ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളതാണ്. പഠിപ്പിക്കാനുള്ള മൈൻഡ് എങ്ങനെ ഉണ്ടാവുക? അത് സർവീസ് മൈൻഡിൽ നിന്ന് ഉണ്ടാവുക. എക്സാം എഴുതുമ്പോഴും പഠിക്കുമ്പോഴും അവരുടെ മനസ്സിൽ, ഈ കുട്ടികളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ എക്സാമിൽ ഞാൻ പൊട്ടുമോ, അല്ലാന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ എൻ്റെ മാർക്ക് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് +2 അഡ്മിഷൻ കിട്ടുമോ, എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു റെക്കഗ്നിഷൻ കിട്ടുമോ, ഒരു അപ്രീസിയേഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിച്ച് പോവുക, അല്ലെങ്കിൽ ഏതൊരു ആളായാലും ടീനേജ് എന്നുള്ളൊരു ആ പഠനത്തിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു ജോലി ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സർവീസ് നൽകണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്നെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ബേസിക്കലി ഒരു ഇനഫക്റ്റീവ് കാരണങ്ങളാണല്ലോ നമ്മൾ ത്രൈവ് ചെയ്യുന്നത് ആ ടൈമിൽ പഠിക്കുന്നതാണെന്ന് എല്ലാവരും. അങ്ങനെ ആകുമ്പോൾ പഠനവും എഫക്റ്റീവ് ആകുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിനെ എഫക്റ്റീവ് ആക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ടീനേജ് കാലഘട്ടം കിങ് മേക്കർ പറഞ്ഞത്, നമുക്കൊരു കാര്യത്തിൽ മാസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സലൻസി ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു ടീനേജ് കാലഘട്ടത്തിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും? നമ്മുടെ പഠനത്തിനെ അത് ബാധിക്കൂലേ? എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർവീസ് ലെവലിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് പഠനത്തിൻ്റെ കൂടെ. അപ്പോൾ ഈ പഠനത്തിന് എഫക്റ്റീവായിട്ട് നമ്മൾ പഠനത്തിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ടൈമെല്ലാം ചിലപ്പം കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ശ്രദ്ധ, അല്ലെങ്കിൽ ഇമോഷൻ കുറച്ചെങ്കിലും നമ്മൾ ബിസിനസ്സിലേക്കോ, അല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്കോ സർവീസിലേക്കോ തീരാൻ ചാൻസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്തിൽ ഈ ഒരു ബിസിനസ് ലെവലിൽ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ എന്തായാലും ഞാനും ആ കാര്യത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് മാസ്റ്റർ ആവാനുള്ള ഒരു മെത്തേഡ്. ചെയ്തുകൊണ്ട് ആദ്യം ചെയ്തുകൊണ്ട് മിസ്റ്റേക്കുകളിൽ പഠിക്കുക, ആ പഠിച്ച മിസ്റ്റേക്കുകൾ പഠിപ്പിക്കുക, അപ്പോൾ മാസ്റ്റർ ആവും. ഈ മൂന്നും വേണം. പക്ഷേ സ്റ്റുഡൻ്റ് ആണെന്നുള്ള രീതിയിൽ ഇപ്പോൾ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം, പക്ഷേ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അപ്പോൾ ഒരു ഇപ്പോൾ സൈരത്തിൻ്റെ മുതലാളി ചെയ്തൊരു കാര്യമുണ്ട്. അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ലൈഫിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് സൈരത്തിൻ്റെ ആൾ ചെയ്തത്, ഇപ്പോൾ 10 കഴിഞ്ഞാൽ +1 പഠിക്കുന്ന സന്ദർഭത്തിൽ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. കാരണം ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഒരു ഗുരുവാണ്, ഒരു ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാനുള്ള സ്കില്ല് വേണം. സ്കില്ല് ഉണ്ടാകുന്നതിൻ്റെ മുമ്പേ എന്ത് വേണം? പഠിപ്പിക്കാനുള്ള മൈൻഡ് വേണം. പഠിപ്പിക്കാനുള്ള മൈൻഡ് എങ്ങനെ ഉണ്ടാവുക? അത് സർവീസ് മൈൻഡിൽ നിന്ന് ഉണ്ടാവുക. സർവീസ് മൈൻഡ് എന്തുണ്ടാവുക? പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യണം എന്നുള്ള ബേസിക് ഫണ്ടമെൻ്റൽ നമുക്ക് മനസ്സിലായാൽ മാത്രമേ ആ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ മൈൻഡ് സെറ്റ് ചിന്തിച്ചൊരു മാത്രമേ ഒരു എക്സലൻസിയിലേക്ക് പോയിട്ടുള്ളൂ.